ഹലോ, വൈകുന്നേരം ആയപ്പോൾ നമ്മൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. ഒന്ന് മാർക്കറ്റിലേക്കെല്ലാം ഒന്ന് പോകാനുണ്ടായിന്. അപ്പം അങ്ങനെ ഒന്ന് ഇറങ്ങി നമ്മൾ ബസ് കയറാൻ പോവുകയാണ്. അപ്പം ഇവിടുന്നൊരു അരമണിക്കൂർ 10-20 മിനിറ്റ് അരമണിക്കൂറിനുള്ളിൽ പോകണം. പിന്നെ 10 രൂപയാണ് ഒരാൾക്ക് വരുന്ന ചാർജ്. ഇവിടെ തൊട്ടടുത്ത് പോകുന്നുണ്ടെങ്കിൽ ഒരു 5 രൂപ, അതുപോലെ തന്നെ AC ബസ്സാണെങ്കിൽ 6 രൂപ അത്രയേ കൊടുക്കണ്ടു. ബസ് ഫെയർ അത്രയേ ഉള്ളൂ. നമ്മൾ ഏകദേശം ഒരു 3:30 ആകുമ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിന്. അപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് പോയത് CSTയിലേക്കാണ്. ആടെ അങ്ങനെ വലിയൊരു ക്രൗഡഡൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പം എന്നാലും ഉണ്ട്, അത്യാവശ്യമുണ്ട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്ര. അപ്പോൾ ഇതാണ് CST. നമ്മൾ ബസ് ഇറങ്ങി കുറച്ചിങ്ങോട്ട് നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ നടന്ന് പിന്നെ അവിടുത്തെ എന്താ പറയുക, വൈകുന്നേരം ആകുമ്പോഴാണ് ഇവിടെ ഒരു കച്ചവടം തുടങ്ങൽ. അപ്പോൾ നമ്മൾ ഡ്രസ്സും കാര്യമെല്ലാം നോക്കി. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഈ കാണുന്ന ചുരിദാറിനെല്ലാം 50 രൂപ മാത്രമേ ഉള്ളൂ, വെറും 50 രൂപ. അങ്ങനെ അവർ കുറേ ഓഫേഴ്സ് ഇടുന്നുണ്ട്. അതായത് 5 എണ്ണം വാങ്ങി 200 രൂപ കൊടുത്താൽ മതി, അത് അതിൻ്റെ കൂടെ ഒന്ന് ഫ്രീ എന്ന് തരാമെന്നെല്ലാം പറയുന്നുണ്ടായിന്. അങ്ങനെ നമ്മളവിടുന്ന് കുറച്ച് സമയം നോക്കി, കുറച്ച് ഡ്രസ്സസൊക്കെ നോക്കി. പക്ഷേ എന്താ പറയുക, ശ്രദ്ധിച്ചെടുക്കണം. ചിലതിന് ഡാമേജ് ഉണ്ടാവും, പിന്നെ പറയാൻ കഴിയില്ല, ചിലത് യൂസ് ചെയ്തിട്ട് സീൽ ചെയ്യുന്നതാവാം. അങ്ങനെ കുറേ നേരം തപ്പണം. പക്ഷേ അങ്ങനെയൊന്നും വാങ്ങിയിട്ടില്ല. കാരണം ഒന്നും നല്ലതുണ്ട്, കുഴപ്പമില്ല. പക്ഷെ എന്നാലും വേണ്ടാന്ന് തോന്നി, അങ്ങനെ വാങ്ങിയിട്ടില്ല. പിന്നെ ഷൂസിനൊക്കെ എന്താ പറയുക 200 അങ്ങനെ ആ ഒരു റേറ്റിലാണ് തുടങ്ങുന്നത്. ചിലപ്പം ബാർഗെയിൻ ചെയ്താൽ അതിലും കുറഞ്ഞിട്ട് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ താഴോട്ടും കച്ചവടങ്ങളുണ്ട്. ഇതാ റെയിൽവേ സ്റ്റേഷൻ്റെ ഏരിയ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിന് ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ മുംബൈയിൽ. അപ്പം അതാണിത്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഈ ഒരു എന്താ പറയുക കച്ചവടം നടത്തിക്കൊണ്ട് വരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ടേക്ക് നടന്നു. അപ്പോൾ ഇത് സൈഡിൽ കാണുന്നത് പിന്നെ ലീഗൽ ഡോക്യുമെൻറ്റ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരാണ്. ഈ സൈഡിലത് ഇങ്ങനെ ഓരോ ആൾക്കാർ വന്ന് അവരുടെ മാറ്റേഴ്സ് പറഞ്ഞ് അത് സ്റ്റാമ്പ് പേപ്പറിലേക്ക് അവർ ടൈപ്പ് ചെയ്തിട്ട് എന്താ പറയുക മാറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നടന്ന് നമ്മൾ അവസാനം നമ്മളുടെ മെയിൻ ഡെസ്റ്റിനേഷനായിട്ടുള്ള ക്രോഫർഡ് മാർക്കറ്റിലേക്ക് എത്തി. നല്ല തിരക്കുണ്ടായിന്. ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ഒരു 5 മണി ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് നല്ല ആൾക്കാരുണ്ടായിന്. ഇഷ്ടംപോലെ ഐറ്റംസും ഉണ്ട്. പിന്നെ നല്ല സാധനങ്ങൾ നമുക്ക് കിട്ടും. ചെറിയ റേറ്റിന് നല്ല സാധനം കിട്ടും. പക്ഷേ അവർ ഫസ്റ്റിലൊരു റേറ്റ് പറയും, ആ റേറ്റിന് തന്നെ വാങ്ങാണ്ട് ഒന്ന് ബാർഗെയിൻ ചെയ്യുക. അപ്പോൾ അതിലും കുറഞ്ഞിട്ട് നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അവിടെ എത്തി ഡ്രസ്സസ് ആയാലും കുട്ടികളുടെ കളിക്കേണ്ട സാധനമായാലും വീട്ടിലേക്കുള്ള ഐറ്റംസ് ആയാലും അങ്ങനെ ഒരുപാട് സാധനങ്ങളാണ്. ഇങ്ങനെ ഒരറ്റം കിട്ടാത്ത പോലത്തെ ഒരു മാർക്കറ്റ് എനിക്കങ്ങനെ തോന്നിയിന്. കാരണം എല്ലാ ഭാഗത്തും തിരിഞ്ഞാലും ഫുള്ള് ഇന്ന ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അപ്പം ഓരോ സ്ഥലത്ത് ഓരോ റേറ്റ് അവർ പറയും. ഇപ്പം നമ്മളെ എക്സാമ്പിൾ ഒരു വലിയൊരു കുട പറഞ്ഞിട്ടുണ്ടായിന്. ആ കുടക്ക് ഒരു സ്ഥലത്ത് വലിയ 450 ആ ഒരു റേറ്റ്, പിന്നെ ഒരു സ്ഥലത്ത് പറയുമ്പോൾ അവർ 250 അങ്ങനെ തരും. അപ്പം നമ്മളൊന്ന് കുറച്ച് നോക്കുക, ശ്രദ്ധിച്ച് നോക്കിയിട്ട് എടുത്താൽ അങ്ങനെ അവർ ആ ഒരു റേറ്റ് കുറഞ്ഞിട്ട് കിട്ടും. പിന്നെ ഫാൻസി ഐറ്റംസ് ആയാലും പിന്നെ നല്ല കളക്ഷൻസ് ഉണ്ട്. നമ്മളുടെ നാട്ടിലെ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് ഭയങ്കര റേറ്റ് ആയിരിക്കും. എന്തായാലും കമ്മലിന് കുറച്ച് നല്ല ഹെവി ആയിട്ടുള്ള കമ്മലിനായാലും 200 അല്ലെങ്കിൽ അതിൽ കൂടുതലോ എന്തായാലും ഉണ്ടാവും. പക്ഷേ ഇവിടെ അതിലും കുറഞ്ഞിട്ടുള്ള റേറ്റിന് നമുക്ക് കിട്ടും. പിന്നെ ഇവിടെ കുറേ ഹോൾസെയിൽ ഷോപ്പുണ്ട്. നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ 1-2 എടുത്താൽ അവിടെ നിന്ന് നമുക്ക് നഷ്ടമായിരിക്കും. എടുക്കുന്നുണ്ടെങ്കിൽ വലിയ ബൾക്കായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ റേറ്റിന് തന്നെ സാധനം കിട്ടും. പക്ഷേ അത് നമുക്കതിൻ്റെ ആവശ്യമില്ല. എന്നാലും അവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇവിടുന്ന് മുംബൈയിൽ നിന്ന് തന്നെ ആയിരിക്കും അധികം നാട്ടിലേക്കും ഇങ്ങനെയുള്ള ഫാൻസി ഐറ്റംസ് എല്ലാം വരുന്നുണ്ടാവല്ലേ. എന്താ പറയുക, നാട്ടിലേക്കും കൊടുത്തേക്കുന്നുണ്ട്. നമ്മളങ്ങനെ ഒരു ഷോപ്പ് കയറിയ സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കേരളത്തിലേക്കും ഇങ്ങനെ കൊടുക്കുന്നുണ്ട്, ഹോൾസെയിലായിട്ട് കൊടുത്തു വിടുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ അങ്ങനെ അവിടെ കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ അവർ വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാൻ വിടുന്നുണ്ടായിട്ടില്ല. ചില സ്ഥലത്തൊന്നും അവർ എന്താ പറയുക ഫോൺ ഓഫ് ചെയ്യണം, വീഡിയോ കോൾ ചെയ്യാൻ പാടില്ല എന്നെല്ലാം പറയുന്നുണ്ട്. ഈ ബോട്ടിലുണ്ട് ഒരു വെറൈറ്റി അല്ലേ, കുട്ടികൾക്ക് കളിക്കുകയും ചെയ്യാം, അതുപോലെ വെള്ളവും കുടിക്കാം. അങ്ങനെ കുറേ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. ആ ബോട്ടിലിന് ഒരു 500 രൂപയിലും റേറ്റ് വരുന്നുണ്ട് കേട്ടോ. അത് ഫിക്സ്ഡ് ആണെന്ന് അവർ പറഞ്ഞത്, അത് കുറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിന് ആ ഒരു റേറ്റ്. അങ്ങനെ ഇഷ്ടംപോലെ എന്താ പറയുക ചെരുപ്പായാലും ഈ ബാഗിനെല്ലാം ഒരു 100 രൂപ അങ്ങനെ വരുന്നത്. ചില സ്ഥലത്ത് അതൊരു 50 രൂപക്ക് കിട്ടും. അങ്ങനെ നമ്മൾ ഓരോ സ്ഥലത്ത് ഞാൻ പറഞ്ഞല്ലോ, ഓരോ സ്ഥലത്ത് ഓരോ റേറ്റിനനുസരിച്ച് ഓരോ റേറ്റ് പറയും അവർ. ഒരു സ്ഥലത്ത് ചിലപ്പോൾ ഒരു വിലയായിരിക്കും, ചിലപ്പോൾ ഇപ്പുറം വന്നാൽ മാറിപ്പറയും. അങ്ങനെ ഞങ്ങൾ കുറേ അതിൻ്റെ ഉള്ളിൽ നടന്ന് കളിച്ചിട്ട് ഭയങ്കര ക്ഷീണിച്ചു. അങ്ങനെ ലൈം സോഡ പറഞ്ഞു, ഞാനൊരു മസാല സോഡയാന്ന് പറഞ്ഞത്, അവർ രണ്ടാളും നോർമൽ സോഡ പറഞ്ഞു. കുട്ടികളുടെ ഹെയർ ബാൻഡും എന്താ പറയുക ക്ലിപ്പും അങ്ങനെ എന്ത് രസമുണ്ടല്ലോ ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ട്. അടിപൊളി നല്ല രസമുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഈ ഒരു ഫ്രെയിം ഇത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നതാണ്. കപ്പിൾസിൻ്റെ പേര് അല്ലെങ്കിൽ നമ്മളുടെ സ്വന്തം പേര് ഒറ്റക്കൊക്കെ വേണമെങ്കിൽ അവരത് കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് തരും. അതിന് വന്നിട്ട് ഒരു 350 ആ ഒരു 400 ആ ഒരു റേറ്റ് അങ്ങോട്ടാണ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ കുറേ എന്താ പറയുക എല്ലാ സ്ഥലത്തിലും
കുറേ നോക്കി. സമയം വൈകുന്നതിനനുസരിച്ചിട്ട് ആൾക്കാരുടെ എണ്ണവും കൂടുന്നുണ്ടായിന്. കുറച്ച് വൈകുന്നേര സമയത്ത് എല്ലാവരും ഫാമിലിയായി വരുന്നുണ്ട്, പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പം നല്ല തിരക്കും ആ ഒരു ആ ഒരു ഏരിയയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇഷ്ടംപോലെ ഷോപ്പുണ്ട്, കമ്മലിൻ്റെ ഷോപ്പായാലും എല്ലാം ഉണ്ട്, കുറേ കാണാനുണ്ട്. ഇത് നല്ല വെറൈറ്റി ആയിട്ടില്ല അല്ലേ ഒരു പമ്പരം. പിന്നെ ഇതാ നമ്മളെ ബർത്ത്ഡേ ഐറ്റംസ്. ഈ ബാഗിനൊക്കെ വരുന്നത് 600-700 രൂപയാണ്. അങ്ങനെ നമ്മളവിടുന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങി ബസ് കയറാൻ പോവേന്ന്. സ്ട്രീറ്റിൽ ഇങ്ങനെ കച്ചവടം ചെയ്യുന്നവരെ പോലീസ് വരുമ്പോഴത്തേക്ക് ഇവർ വേഗം ഓടി രക്ഷപ്പെടുന്നുണ്ടായിന്. അങ്ങനെ 2-3 ആൾക്കാർ പിടിച്ചിട്ടുണ്ടായിന്. അതുപോലെ അവർ കുറച്ച് കഴിയുമ്പോൾ എന്തായാലും പുറത്തേക്ക് ഇറങ്ങും. അത് എന്താ പറയുക, ബ്ലോക്ക് ആക്കുന്നുണ്ടോയെന്നൊന്നറിയില്ല, ഇങ്ങനെ സ്ട്രീറ്റ് ബ്ലോക്ക് ചെയ്യുന്നതുകൊണ്ടാണെന്നൊന്നും അറിയില്ല. ഭയങ്കര കുറേ നേരം പോലീസുകാർ അവിടെ തന്നെ ഉണ്ടായിന്. അപ്പോൾ നമ്മളവിടെ നിന്ന് അങ്ങനെ ഒരു 8 മണിയെല്ലാം ആകുമ്പോൾ നമുക്ക് നമ്മളുടെ ബസ് കിട്ടിയിട്ടുണ്ടായിന്. അപ്പം നമുക്ക് നമ്മളുടെ റൂട്ടിലേക്ക് തന്നെ ആയിട്ട് നേരെ ഒരു ബസ് ഉണ്ടായിന്. അപ്പം വേഗം ബസ് കയറി നമ്മൾ നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ടായിന്. നേരെ ഫുഡൊക്കെ വാങ്ങി റൂമിലേക്ക് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.